ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ രംഗത്തെ രണ്ട് സുഹൃത്തുക്കളുടെ വേർപാടിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായി അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് സുഹൃതം ഹരികുമാറും നായിക കനകലതയും. നായിക കനകലത എന്ന് പറയുമ്പോൾ മറ്റു ചിലരുടെ നെറ്റി ചുളിഞ്ഞേക്കാം. ഇവരേത് പടത്തിലാണ് നായികയായി അഭിനയിച്ചതെന്ന് ചോദിക്കാം. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. നമ്മളെ സംബന്ധിച്ച് മെയ് 6 ശരിക്കും ദുഃഖത്തിൻ്റെ ദിവസം തന്നെയാണ്. രണ്ടു പേരുടെയും മരണം 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക് ശേഷമായിരുന്നു. ആലോചിക്കണം. 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഹരികുമാർ നമ്മളെ വിട്ടുപോയപ്പോൾ 9നും 10 മണിക്കും ഇടയിലാണ് കനകലത നമ്മെ വിട്ടുപോയെന്ന് ആലോചിക്കണം. രണ്ടു പേരെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ അനുഭവം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഹരികുമാറിനെ കുറിച്ച് പറയുന്നത് നന്നായിരിക്കാം. ഹരികുമാർ സിനിമ മോഹം മനസ്സിൽ സൂക്ഷിച്ച് വന്ന ഒരു യുവ എഞ്ചിനീയറാണെന്ന് ആലോചിക്കണം. കൊല്ലത്താണ് ശരിക്കും ഞങ്ങൾ പരിചയപ്പെട്ടത്. കൊല്ലത്താണ് നാണയ കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ ഓഫീസും അവിടെ നിന്നാണ് ഇതെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ അവിടെ കൊല്ലത്ത് മുനിസിപ്പൽ ഓഫീസിൽ ഒരു എഞ്ചിനീയറായിരുന്നു ഹരികുമാർ. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ആമ്പൽപ്പൂവാണെന്നാണ് രേഖകളിലുള്ളത്. സംവിധാന സഹായിയായിട്ട് പ്രത്യേകിച്ച് പ്രശസ്തരുടെ പേരൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും കെ.പി. കുമാരൻ്റെ അതിഥി എന്ന സിനിമ, അതിഥിയാണല്ലോ കെ.പി. കുമാരൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ട് ഇപ്പോഴും പറയുന്നത്. ആ സിനിമയിൽ 2 സഹസംവിധായകരായിരുന്നു പ്രശസ്തരായ വിജയകൃഷ്ണനും ഹരികുമാറും. പക്ഷെ ഹരികുമാർ ഒരിടത്തും കെ.പി. കുമാരൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല, എനിക്കറിയാം. ആ സെറ്റിൽ വെച്ചിട്ടാണ്, അതിഥിയുടെ സെറ്റിൽ വെച്ചിട്ടാണ് കെ.പി. കുമാരനും ഹരികുമാറും ഈഗയാണോ എന്തോ ആയാലും അവർ തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല. അവിടെ നിന്ന് പിരിയുന്നു. പിരിഞ്ഞതിന് ശേഷം 2 പേരും 2 വഴിക്കാവുന്നു. 2 വഴിക്കായപ്പോഴും 2 പേരുടെ ഈഗോ കുറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല അത് അനുദിനം ആ ശത്രുത അല്ലെങ്കിൽ എതിരാളിത്തം വളർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കാരണം വളർന്നുകൊണ്ടിരുന്നു എന്ന് പറയാൻ കാരണം സുഹൃതം എന്ന സിനിമ, അതായത് ഹരികുമാർ കുറേ സിനിമ 1981 ആമ്പൽപ്പൂവ് തൊട്ടുള്ള സിനിമ, അവസാനം എം മുകുന്ദൻ ആദ്യമായി തിരക്കഥ എഴുതിയ സ്വന്തം കഥയായ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ വരെ ഇത്രയും വർഷം 40-40 വർഷത്തിനിടയിൽ ഹരികുമാർ കുറേ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സുഹൃതത്തിൻ്റെ പേരിലാണ് ഹരികുമാർ അറിയപ്പെട്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സുഹൃതത്തിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നാണ് ഇവരടക്കമുള്ള വിചാരിച്ചിരുന്നത്. കാരണം എം.ടിയുടെ തിരക്കഥ, മമ്മൂട്ടി നായകൻ, അങ്ങനെയുള്ള അതിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയായി സുഹൃതം തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഇവരെല്ലാവരും പറഞ്ഞിരുന്നു, കിട്ടുമെന്ന് ഉറപ്പിരുന്നു. പക്ഷെ ആ കമ്മിറ്റിയിൽ കെ.പി. കുമാരൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദേശീയ അവാർഡ് കിട്ടാതിരുന്നതെന്ന് പ്രചരണം നടത്തി എന്ന സത്യമാണ്. അതേസമയം മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുകയും ചെയ്യിച്ചു. ഇതൊക്കെ പറഞ്ഞു വരുത്തുന്നത് അവർ തമ്മിലുണ്ടായിരുന്ന ശത്രുതയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. ശത്രുത ഉണ്ടായിരുന്നോ ഇല്ലയോ ഇല്ലെങ്കിലും തൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളായിരുന്നു കെ.പി. കുമാരൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വളർന്നു തുടങ്ങിയ ഹരികുമാർ നിരവധി സിനിമകൾ ചെയ്തു. വ്യത്യസ്തമായ സിനിമകൾ തന്നെയായിരുന്നു. പിന്നെ നല്ല എഴുത്തുകാരുടെ സിനിമ ചെയ്യാനായിരുന്നു പുള്ളിക്ക് താല്പര്യം, എഴുത്തുകാരുടെ. അപ്പം അങ്ങനെ വന്നു. കുട്ടികൾക്ക് ഇപ്പോൾ അവസാനം ഇതിൻ്റെ മുമ്പ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയ്ക്ക് മുമ്പ് ക്ലിൻറ്റിൻ്റെ, നമ്മുടെ പറയല്ല, അകാലത്തിൽ പൊലിഞ്ഞു പോയ പ്രശസ്ത ചിത്രകുട്ടി, ലോക റെക്കോർഡ് വെച്ച ക്ലിൻറ്റിനെ കുറിച്ചുള്ള സിനിമയാണ് ചെയ്തതെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ നിരവധി സിനിമകൾ 40-42 വർഷത്തിനുള്ളിൽ ചെയ്ത ഹരികുമാർ കുറച്ച് അസുഖബാധിതനായി ഇന്ന് 6-ാം തീയതി നമ്മളിന്ന് വിട്ടുപോയി എന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും എപ്പോഴൊരു ബുദ്ധിപരമായ കാഴ്ചപ്പാടാണ് എപ്പോഴും അയാൾ കാത്തു സൂക്ഷിച്ചിരുന്ന് ആലോചിക്കണം. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇണങ്ങുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇണങ്ങിയ കാര്യത്തിനേക്കാൾ പിണങ്ങിയ ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അത്
അത് അദ്ദേഹത്തിൻ്റെ നേച്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, എൻ്റെ ഈ നേച്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കുറ്റം ഒരാളിൽ തന്നെ ചാർത്തുന്നത് ശരിയല്ല. അങ്ങനെ കുറ്റം ചാർത്തിയാലും ഒരു ഭയപ്പാടോടെ തന്നെയായിരുന്നു എന്നെ കണ്ടിരുന്നതെന്ന് ആലോചിക്കണം. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ശത്രുത ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോഴും അങ്ങനെ കാണിക്കാറില്ല. നന്ദികേട് കാണിക്കുന്നവരോട് പോലും ഞാനത് കാണിക്കാറില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ നല്ല സിനിമ അദ്ദേഹം മടിച്ച് എന്നെ ലൊക്കേഷനിലേക്ക് വിളിക്കാൻ മടി കാണിക്കുമ്പോൾ പോലും ഓഫീസിൽ തന്നെ പറഞ്ഞിരുന്നു, ആ റിപ്പോർട്ടിങ്ങിൽ ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ എല്ലാവരും പറയുമ്പോൾ തന്നെ വളരെ പ്രശസ്തമാകുമായിരുന്നു സിനിമ. അതായത് സന്തോഷ് എച്ചിക്കാനം എന്ന എഴുത്തുകാരൻ്റെ കഥ കാറ്റും മഴയും എന്നൊരു ടൈറ്റിൽ അവിടെ കിടക്കുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഷൂട്ടിംഗ് പൂർത്തിയായിട്ട് കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ആ സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതിൽ ലാലടക്കമുള്ളവരാണ് നായക സാന്ദ്ര. ഒരു സത്യത്തിൽ സബ്ജക്റ്റ് ബേസിലൊരു നല്ല സിനിമയാണ്. ഒരു മതേതരത്വം വിളിച്ചോതുന്ന ഒരു സിനിമയാണ് കാറ്റും വെളിച്ചവും. കോഴിക്കോട് ഭാഗത്താണ് ഷൂട്ടിംഗ് നടന്നത്. അന്ന് ഞാനവിടെ പോയിരുന്നു. ശരിക്കും ഞാനവിടെ പോയിരുന്നു, ഷൂട്ടിംഗ് പങ്കെടുത്തു. 2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു. ഹരികുമാറിൻ്റെ അടക്കം ഇൻ്റർവ്യൂ എടുത്തു. ആ സിനിമ പെട്ടെന്ന് റിലീസ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ സിനിമയ്ക്ക് ഒരു പരിക്ക് പറ്റിയ പോലെ തോന്നി. അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ ചിലരൊക്കെ താല്പര്യം കാണിക്കുന്നില്ല എന്ന് തോന്നി. ഇപ്പോഴും പൂർത്തിയായി കിടക്കുന്ന ആ സിനിമ തിയേറ്ററിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഇനി വരുമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ഹരികുമാർ സിനിമ ശരിക്കൊരു ഭ്രാന്ത് തന്നെയായിരുന്നു ആലോചിക്കണം. ആ ഭ്രാന്ത് എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് MTയുടെ രചന എനിക്ക് വേണം എന്നുള്ളതാണ്. MTയുടെ രചന കിട്ടി. സുഹൃതം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു MTയുടെ തന്നെ അനുഭവമാണ്. MT തന്നെയാണ് അതിൻ്റെ കഥാപാത്രം. കാരണം അതിലറിയാലോ, ആ കഥ MTയുടെ മുമ്പ് ഇതിക്ക് മുമ്പ് തന്നെ ഒരു കഥയുണ്ട് MTയുടെ തന്നെ ആലോചിക്കുന്നതായിരിക്കണം. അപ്പോൾ അതിൽ MT മാതൃഭൂമിയിൽ, പേര് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, മാതൃഭൂമിയിൽ ജോലിക്കാരൻ അത്താഴ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അസുഖം ബാധിച്ചത്. ആ അസുഖത്തിനിടയിൽ ഇദ്ദേഹം തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുകയും, സാധാരണ അതെല്ലാവരും ചെയ്യുന്നതാണ്, എൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തി വയ്ക്കും. എപ്പോഴാണോ നമ്മൾ പ്രശസ്തന് മരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം തന്നെ കൊടുക്കാതെ. ഇപ്പോൾ നമ്മൾ കാണില്ലേ, ഇന്ന് രാത്രി 10 മണിക്ക് മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വളരെ പേജുകൾ നിറയെ ഇവരെക്കുറിച്ച് ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കണം. അതൊക്കെ പേജുകളായിട്ട് വരുന്നു. ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഓഫീസിൽ വന്നിരുന്ന അദ്ദേഹം മേശ വലിപ്പം തുറന്ന് കാണുന്നത് തൻ്റെ മരണത്തെക്കുറിച്ച് എഴുതി തയ്യാറാക്കി വെച്ചിട്ട് കുറിപ്പാണെന്നല്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് ഞെട്ടലുണ്ടാക്കും. കാരണം മരണത്തെ ഭീകരമാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെയുള്ള കഥയ്ക്ക് സർവ്വസാധാരണ അംഗീകാരമാണ് കിട്ടിയെന്നാലേക്കണം. അങ്ങനെ അംഗീകാരം കിട്ടിയ ഒരു സംവിധായകനാണ് നമ്മുടെ ഹരികുമാർ എന്നാലേക്കണം. അപ്പോൾ ഹരികുമാറിനെ കുറിച്ച്, ഹരികുമാറിന് നഷ്ടം തന്നെയാണ്. അപ്പോൾ ഹരികുമാറിന് നഷ്ടം നമ്മൾ കഴിഞ്ഞു ശരിക്കും. ഒരുപക്ഷെ നല്ല രചനകൾ, നല്ല സിനിമകൾ ആ സംവിധായകൻ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു അദ്ദേഹം. അപ്പം എന്തായാലും ആ നല്ല സുഹൃത്ത് നഷ്ടപ്പെട്ടതിൽ വ്യക്തിപരമായി എനിക്ക് വേദനയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ഈ കനകലതയാണ്. കനകലത നമ്മൾ 81 തന്നെയാണ് നാടക നടി എന്ന നിലയിലാണ് കൊല്ലത്ത് നാടക നടി, നല്ല ആർട്ടിസ്റ്റാണത്. അപ്പോൾ അതിനിടയിൽ KP കുമാരൻ്റെ കാട്ടിലെ പാട്ട് എന്നുള്ള സിനിമ പൊന്മുടിയിലാണ് ഷൂട്ടിംഗ്. ആദ്യത്തെ ഒരു പ്രത്യേകത, ആ സിനിമയിലെ മിക്ക കഥാപാത്രങ്ങൾക്കും നായികതുല്യമായ റോളായിരുന്നു ആലോചിക്കണം. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നായിക കനകലതയാണ് അതിൻ്റെ. പക്ഷേ കനകലത മാത്രമായിരുന്നില്ല, പൂർണിമ ജയറാമുണ്ട്, വേണിനാവുകളുണ്ട്, ബാലയ്ക്ക നായരുണ്ട്, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളാണ്. ഇവർക്കൊക്കെ തുല്യ പ്രാധാന്യമുള്ള റോളായിരുന്നു. അങ്ങനെ തുല്യ റോളിൽ വന്ന കനകലത പിന്നെ ചെറിയ റോളിൽ ഒതുങ്ങിപ്പോയതിൽ വിഷമമുണ്ടെന്ന് ആലോചിക്കണം. അവർ കുറേ പടങ്ങളിൽ അഭിനയിച്ചു. ഈഗോ ഉള്ളായിരുന്നില്ല, ഒരു പാവപ്പെട്ട നടിയായിരുന്നു ആലോചിക്കണം. ആരോടും പ്രത്യേക കയർത്ത് സംസാരിക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ രസകരമായൊരവസ്ഥ, അവരുടെ കനകലതയുടെയും ശശികുമാറിൻ്റെയും കല്യാണം ബലമായി നടത്തിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഞാൻ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അത് പെരിന്തൽമണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫ്ലാഷ് ചെയ്യുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും.
അപ്പോൾ കനകലത പന്നവസം പറഞ്ഞു, ഞാനും ശശികുമാരേട്ടും തമ്മിൽ പ്രണയമാണ് കേട്ടോ, അത് ഗോസിപ്പായിട്ടൊന്നും എഴുതണ്ട, അത് സത്യസന്ധമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശശികുമാർ നമ്മുടെ ഫ്രണ്ടാണ്. ശശികുമാർ ഇപ്പോൾ മരിച്ചു പോയിരിക്കുകയാണ്. സുന്ദരനാണ്, നല്ല സിനിമയിൽ എല്ലാവർക്കും ഒരു സഹായിയാണ്. അങ്ങനെ പെരിന്തൽമണ്ണയിൽ ഇവർ രണ്ടുപേരും അഭിനയിക്ക് വന്നു. അപ്പോൾ അത് ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു സിനിമയായിരുന്നു. ലെനിൻ രാജേന്ദ്രൻ ഇവരുടെ സിനിമകളെല്ലാം ഉണ്ട്. അതിൽ വത്സല മേനോനുണ്ട് അവിടെ. അപ്പോൾ അവർ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവർക്ക് വന്നപ്പോൾ ഇവർ ചോദിച്ചു, ഇവർക്ക് രണ്ടുപേർക്ക് 2 റൂം 1 റൂം പോരെ, ഏകദേശം കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാണ് അവർ ജീവിച്ചിരുന്ന് ആലോചിക്കണം. അപ്പോൾ അന്ന് അവിടെ കണ്ടപ്പോൾ കനകല പറഞ്ഞു, ചേട്ടാ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കുറേ നാളുകളായി പ്രണയത്തിലായിട്ട്, കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, ഇനി നീണ്ടു പോകുന്നത് എനിക്ക് തോന്നുന്നു വിഷമം ഉണ്ടാക്കും, അതിനൊരു പോം വഴി ശശിയേട്ടനോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ വത്സരാമനോട് ഞാൻ പറഞ്ഞു, ചേച്ചി വേറെ റൂമിൽ വെക്കോ, അവരവിടെ നമുക്ക് ഇവരെ കല്യാണം നമുക്ക് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വേറെ റൂമിൽ പോയി. ഇവർ 2 പേരും റൂമിൽ താമസം തുടങ്ങി. ഞങ്ങളെന്ത് ചെയ്യുക, പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ശേഷം വാതിലും ഇടി തുടങ്ങി. ഞങ്ങളെല്ലാവരും വന്ന് പറഞ്ഞു, തുറന്നിട്ട് പറഞ്ഞു, രണ്ടാലൊന്ന് തീരുമാനിക്കണം, ഇനി ഇങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾ 2 പേരും കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണം, ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കല്യാണം കഴിക്കാം. അങ്ങനെ അവസാനം ശശി പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതല്ല, കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വാർത്ത. എതിരുണ്ടോ എന്ന് ചോദിച്ചു. എതിരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് കനകലതയും ശശികുമാറും തമ്മിൽ വിവാഹിതരായി എന്നുള്ള വാർത്ത നാനാ വാരികയിൽ ആദ്യം ഫ്ലാഷ് ചെയ്തു. അതിൻ്റെ പേരിൽ ഇയാൾക്ക് ഇടയ്ക്കൊക്കെ എന്നോട് അസുഖം തോന്നിയെങ്കിലും നല്ല ഫ്രണ്ടായിരുന്നു. അവർ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചു എന്നാലോചിക്കണം. കുറച്ച് വർഷം മുമ്പ് ശശികുമാർ ഇല്ലാതായി. ഇപ്പോൾ വേദനയോടെ തന്നെ ഒരു കനകതയും ഇല്ലാതെ. പിന്നെ ഒരു പറയാനുള്ളൊരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം. കാട്ടിലെ പാട്ടിൽ നായിക സ്ഥാനത്ത് വന്ന കനകത പിന്നീട് ഈ വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രേയസി എന്നൊരു വലിയ പരമ്പരയുണ്ട്. ആ പരമ്പരയിൽ മധു നായകനും നായിക കനകലതയും 2 പേരും ഭാര്യയും ഭർത്താക്കന്മാരുമായിരുന്നു ആലോചിക്കണം. അങ്ങനെ കഴിവുള്ള നടി കൂടിയായിരുന്നു. അവസാന ഘട്ടങ്ങളിൽ ഓർമ്മയില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് ദുഃഖകരമാണ്. ആ പ്രിയ സഹോദരിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു.